പാകിസ്ഥാൻ തീവ്രവാദികൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നടത്തി കൊടുക്കാനുള്ള തിരക്കിൽ ഈ വാർത്ത പ്രാധാന്യം അറിയിക്കുന്നില്ല. കാരണം അവർക്ക് വേണ്ടത് മുസ്ലിങ്ങളെ മൊത്തത്തിൽ തീവ്രവാദികളാക്കുക എന്നുള്ളതാണ്. മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലുമ്പോൾ ഈ ഭീകരാക്രമണത്തിലും ജീവൻ നഷ്ടപ്പെട്ടവരെല്ലാം ഇന്ത്യക്കാരാണെന്ന തിരിച്ചറിവാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇന്നലെ നടന്ന ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ ജനതയുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഹൃദയവേദനയോടെ അവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് പിടഞ്ഞു വീണ ഓരോ ജീവനും നമ്മുടെ രാജ്യം പകരം ചോദിക്കുന്നതും കാത്തിരിക്കുന്ന മുഴുവൻ മുസൽമാനെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ വെമ്പൽ കൊള്ളുന്ന സംഘപരിവാരത്തിൻ്റെ അജണ്ട മനസ്സിലാക്കിയ ഇതര സമൂഹങ്ങളോട് പറയാനുള്ളത്, സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾക്ക് മുസ്ലിമായി കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ മനുഷ്യനായി കണ്ടോളൂ. മതം ചോദിച്ച് ജീവൻ എടുക്കാൻ വന്നവർക്ക് മുമ്പിലും മതം മാറ്റിവെച്ച് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്നപ്പോഴും സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന മനുഷ്യൻ പറയാൻ ബാക്കി വെച്ചത് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലാത്ത മനുഷ്യരാവണം എന്ന് തന്നെയാണ്. തീവ്രവാദികൾ മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനികളല്ല, കലാപം സൃഷ്ടിക്കുന്ന RSS ചെന്നായ്ക്കൾ മാത്രമാണെന്ന് തിരിച്ചറിയുന്നവർക്ക് ഒന്നേ പറയാനുള്ളൂ, ഇന്ത്യക്കാർക്കെതിരെ ആര് വന്നാലും ഇന്ത്യക്കാർ ഒന്നാണ്. ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഇന്ത്യൻ പട്ടാളത്തിനൊപ്പം.